ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടിയുടെ എഞ്ചിൻ സൈഡിൽ ഇത് ചെറിയൊരു ഓയിൽ ലീക്കേജ് ഉണ്ടായിരുന്നു. നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ക്ലച്ച് കവർ ഗ്യാസ്കറ്റിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് ഓയിൽ ലീക്ക് ആയേക്കുന്നത്. അത് ഇങ്ങനെ അടിയിക്കടെ സൈഡ് സ്റ്റാൻഡിലേക്ക് വയ്ക്കുമ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് വരുന്നതാണ് ഓയിൽ ലീക്കിൻ്റെ കാരണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഗ്യാസ്കറ്റ് മാറ്റുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ വേറെ ക്രാക്കോ കാര്യങ്ങളൊന്നും ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നില്ല. പൊട്ടൽ ഈ നിലവിൽ ഗ്യാസ്കറ്റ് ബെഡ് ചെയ്ത് പോകണം. ഇതിവിടെ ചെറിയൊരു ചതവ് കാണിക്കുന്നുണ്ട്. കാരണം ഇത്ര ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഭാഗങ്ങളിൽ കറക്റ്റായിട്ട് പഞ്ച് ചെയ്ത് നിൽക്കണം. ഈ സൈഡ് മാത്രം അത്രയും ക്ലിയർ അല്ലാത്തൊരു കളർ വ്യത്യാസം തന്നെ ഉണ്ട്. ഇവിടെയൊക്കെ കറക്റ്റ് ഗ്രീൻ ഷെയ്ഡാണ് ഉണ്ട്. ഇവിടെ അത്രയും കറക്റ്റ് അല്ലാത്തൊരു കണ്ടീഷനിൽ നിൽക്കണം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതികൂടിയാണ് ലീക്കേജ് വന്നേക്കണം. അപ്പോൾ നമുക്ക് ഗ്യാസ്കറ്റ് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്ത് നോക്കാം. വേറെ പൊട്ടലോ കാര്യങ്ങളോ ചില കേസിലൊക്കെ കല്ലടിക്കുമ്പോൾ എഞ്ചിൻ കേസിൻ്റെ ഉള്ളിൽ പൊട്ടൽ ചിന്നലൊക്കെ വീണിരിക്കാറുണ്ട്. ഇപ്പോൾ നിലവിൽ അങ്ങനത്തെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല. പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഗ്യാസ്കറ്റൊക്കെ മാറ്റി ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്നുകൂടി സെറ്റാക്കാം. അതിനുശേഷം നോക്കാം. ലീക്കേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ളായിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. ലീക്ക് വരാൻ സാധ്യതയില്ല. ഒരുവിധം ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ തുടച്ച് ക്ലീനാക്കി നോക്കി. ഓക്കെ, അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചോളാം. കുറച്ച് ലേറ്റാവും തീരും കേട്ടോ.